ഉച്ചകോടിക്കുള്ള അജണ്ട തയ്യാറാകുമ്പോൾ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തയ്യാറാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഒരു അജണ്ട ശരിയായിട്ടില്ല. ഇരു രാജ്യങ്ങളെയും ചർച്ചയ്ക്കായി ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ ശ്രമം നടത്തിയിരുന്നു. പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യയുടെ ഈ നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് വലിയ ശുഭാപ്തി വിശ്വാസമാണ് ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത്. ആരോഗ്യപരമായ നയതന്ത്രത്തിലൂടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെന്നും വാൻസ് പറയുന്നു. പല കാര്യങ്ങളിലും റഷ്യ അയഞ്ഞു തരികയും ചെയ്തു. പക്ഷേ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. അത് മാത്രമല്ല, യുക്രൈനിൽ ഒരു പാവ സർക്കാർ ഉണ്ടാക്കുവാനുള്ള റഷ്യയുടെ നീക്കങ്ങൾ നടക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ടെന്നും വാൻസ് പറയുന്നു. ഇപ്പോൾ ഒരു പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച നടക്കില്ല എന്ന് ഈ സെർജി ലാവ്റോവ് പറഞ്ഞതോടെ ഈ തിരക്കിട്ട് നടക്കുന്ന ശ്രമങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു വെള്ളമൊഴിച്ച അവസ്ഥയായി മാറിയിരിക്കുകയാണ്. NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് എന്ന് പറയുന്ന പ്രശസ്തമായ പ്രോഗ്രാമിലാണ് സെർജി ലാവ്റോവ് തന്റെ ഈ നിലപാടുകളൊക്കെ ഇന്ന് വ്യക്തമാക്കിയത്. ട്രംപിന്റെ പുടിനുമായിട്ടുള്ള അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം, റഷ്യ യുക്രൈനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഉടമസ്ഥയിലുള്ള യുക്രൈനിലുള്ള ഒരു ഇലക്ട്രോണിക് ഫാക്ടറിക്ക് നേരെയും റഷ്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്.